Good morning, my dear students. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പാരിസൺ ആയിരുന്നു, വലുത് ചെറുത് എങ്ങനെയാണ് പ്ലേസ് വാല്യൂ എഴുതണത്, ഒരു ടേബിൾ ചെയ്തിട്ട് നമ്മൾ അതിന്റെ എക്സ്പാൻഷൻ ആയിരുന്നു, ഒരു ടേബിൾ മെത്തേഡിലായിരുന്നു അല്ലേ നമ്മൾ പോയിരുന്നത്. ടേബിൾ മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു പട്ടികയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിരുന്നത്. അതില് ഒരു 3-4 എണ്ണം കൂടി ചെയ്യാനുണ്ടായിരുന്നു നമുക്ക് അല്ലെ. ആ ക്വസ്റ്റ്യൻ അതിലേക്ക് നേരിട്ട് പോയാലോ, നമുക്കത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. അപ്പൊ കുറെ കാര്യങ്ങൾ ഇതുവരെയുള്ളത് പറഞ്ഞു കേട്ടോ. എന്താ ഡെസിമൽ ഫോംസ്, എങ്ങനെയാണ് ഒരു ഫ്രാക്ഷനെ ഡെസിമൽ ആക്കണത്, ഡെസിമൽ നമ്പറിനെ എങ്ങനെയാണ് ഫ്രാക്ഷൻ ഫോമിലാക്കണത്, സെന്റിമീറ്ററിനെ എങ്ങനെയാണ് മീറ്ററിലേക്ക് ആക്കുക, അതിന്റെ ഡെസിമൽ ഫോം എന്താ, അതുപോലെ മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് ആക്കുക. അങ്ങനെയുള്ള കുറെ കണക്കുകളാണ് പട്ടിക രൂപത്തിലെ ടേബിളിൽ നമ്മൾ കുറെ ചെയ്തത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരുന്നത് അല്ലെ. അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ ടീച്ചർ പറയുന്നത്. ലാസ്റ്റത്തെ 4 പ്രോബ്ലംസും കൂടിയാണ് ചെയ്യാനുള്ളത് തോന്നുന്നു ഇല്ലേ. ഇപ്പൊ ഹോംവർക്കൊക്കെ കൃത്യമായിട്ട് എഴുതിയെടുത്തല്ലോ അല്ലെ നോട്ട് ബുക്കില്. അപ്പൊ നമുക്ക് അതിലേക്ക് കയറിയാലോ. 4 കിലോഗ്രാം 5 മില്ലിഗ്രാം അവിടെ നിന്ന് തൊട്ടാണ് ചെയ്യാനുള്ളത് തോന്നുന്നു. അതുവരെയുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും ഇല്ലേ. അപ്പൊ 4 കിലോഗ്രാം 5 മില്ലിഗ്രാം. അപ്പൊ നമുക്ക് ഇതിനെ കിലോഗ്രാം ആക്കി മാറ്റണമെങ്കിൽ മില്ലിഗ്രാമിനെ എങ്ങനെയാണ് കിലോഗ്രാം ആക്കുക? സോ നോർമലി ഇതുവരെ നമ്മള് ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ by 1000 എന്നുള്ള രീതിയിലാണ് പഠിച്ചു വെച്ചേക്കുന്നത് അല്ലെ. ഇവിടെ നമുക്ക് മില്ലിഗ്രാം എങ്ങനെയാണ്, ഹൗ ടു കൺവേർട്ട് മില്ലിഗ്രാം ഇൻടു കിലോഗ്രാം. 1000 കൂടിയാ കൂടും, അതായത് എന്താ 2000 ചേർക്കും. എത്ര വരിക? 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടി വരിക. എന്താ മില്ലിഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കാനായിട്ട് ഏറ്റവും ചെറിയ അളവാണ് മില്ലിഗ്രാം, പിന്നെ ഗ്രാം, പിന്നെ കിലോഗ്രാം ആണ്. അപ്പൊ മില്ലിഗ്രാമിനെ ഗ്രാമിലേക്ക് ആക്കാൻ 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 1000 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കാൻ 1000 കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ഈ മില്ലിഗ്രാമിൽ നിന്ന് നേരിട്ട് കിലോഗ്രാമിലേക്ക് വരണമെങ്കിൽ എത്ര 1000 വേണം? 2000 കൂടി ചേരണമെങ്കിൽ അതാണ് ഈ 10 lakh എന്ന് എഴുതിയേക്കുന്നത്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ മില്ലിഗ്രാമിനെ കിലോഗ്രാമിലാകണമെങ്കിൽ ആ തന്നിരിക്കുന്ന മില്ലിഗ്രാമിന്റെ അളവിനെ 10 lakh കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് വേണ്ടത് കേട്ടോ. അപ്പൊ ആ 10 lakh കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കണ്ട, ടീച്ചർ കാണിച്ചേക്കണുണ്ട്. അപ്പൊ 4 എന്നുള്ളത് അതേപോലെ തന്നെ എഴുതി. 5 മില്ലിഗ്രാമിന് കിലോഗ്രാം ആക്കിയപ്പോ 5/10 lakh കിലോഗ്രാം എന്ന് എഴുതി. ഇനി അതിന്റെ ഡെസിമൽ ഫോം, ഇതിന്റെയാണ് ഡെസിമൽ ഫോം കാണണ്ടേ അല്ലെ. അതായത് 1, 2, 3, 4, 5, 6 സ്ഥാനങ്ങളാണ് നമുക്കുള്ളത്. നമ്മുടെ കയ്യിൽ ആകെ എത്രയേ ഉള്ളൂ? ഒരേ ഒരു സ്ഥാനേ ഉള്ളൂ. അപ്പൊ അതെന്ത് ചെയ്യണം? നമ്മള് എത്ര 0 ആഡ് ചെയ്യണം, എക്സ്ട്രാ ചേർക്കണം? 5 0, മൊത്തം 6 സ്ഥാനല്ലേ വേണ്ടേ? ഒരു സ്ഥാനേ എന്റെ കയ്യിലുള്ളൂ. അപ്പൊ എക്സ്ട്രാ 5 സീറോസ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളതാണ്. 1, 2, 3, 4, 5. പിന്നെ ഒരു സ്ഥാനം എന്റെ കയ്യിലുള്ള ഈ 5 കൂടെ ചേർക്കുമ്പോഴാണ് ഡെസിമൽ കഴിഞ്ഞിട്ട് 6 സ്ഥാനം വരുന്നത്. അപ്പൊ 4 എന്നുള്ളത് അതേപോലെ തന്നെ 4 ഇത്രയും സീറോസ്, 5 സീറോസ് 5 kg എന്ന് വരുന്നത്. മനസ്സിലായല്ലോ. പിന്നത്തെ ചോദ്യം എന്താ? പേജ് നമ്പർ 83-ലാണ് കേട്ടോ പറയണേ. 2 മില്ലി ലിറ്റർ എന്നാണ് ചോദ്യം. അതിനെന്താക്കി മാറ്റണം? ലിറ്ററിലേക്ക് ആക്കണം. അത് ഈസിയാണ്. മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് ആക്കാൻ by 1000. അപ്പൊ 2/1000 0.002 2 സീറോകൾ ആഡ് ചെയ്യേണ്ടി വന്നു. ഒരു സ്ഥാനം എഴുതുമ്പോൾ അത് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു സ്റ്റാർ മാർക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എഴുതുമ്പോഴും അതുപോലെ സ്റ്റാർ മാർക്ക് നമ്മൾ നോട്ടിൽ തരുമ്പോൾ തരും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് ക്ലിക്ക് ചെയ്യണം. എന്താണ് അത്? ഈ 0.02 ലിറ്ററിനെ തന്നിട്ടുള്ളൂ. ശരിക്കും നോർമലി മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് ആക്കാനാ തരിക. അപ്പൊ എന്താ, ഡെസിമൽ കഴിഞ്ഞിട്ട് 3 സ്ഥാനം ഉണ്ടാവണമെന്ന് തീർച്ചയാണ്. കാരണം എന്താ, മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് ആക്കണമെങ്കിൽ by 1000 വരണ്ടേ. by 1000 വരികയാണെങ്കിൽ 3 സ്ഥാനം എനിക്ക് ഡെസിമൽ കഴിഞ്ഞിട്ട് വേണം. പക്ഷേ 2 സ്ഥാനേ ഉള്ളൂ. അത് വെച്ചിട്ട് നിങ്ങൾ 2/100 എന്ന് എഴുതിയാൽ തെറ്റിപ്പോയി. വാ, 2/100 ആയാൽ തെറ്റിപ്പോയി. എങ്ങനെയാ വരണേ എന്നുള്ളതാണ്. 2/100 എന്ന് എഴുതിയാൽ അത് 0.02 എന്നുള്ളത് വരുവാണെങ്കിലും ലിറ്ററിനെ മില്ലി ലിറ്ററിലേക്ക് ആക്കണമെങ്കിൽ, മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് ആക്കണമെങ്കിൽ by 1000 ആണ് വരിക. അപ്പൊ ഇവിടെ നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ചോദ്യത്തിൽ തന്നേക്ക എന്താ 0.02. ശരിക്കും അവിടെ എന്താ വേണ്ടിയിരുന്നേ?
അതാണ് ടീച്ചർ ബ്രാക്കറ്റിൽ എഴുതിയേക്കുന്നത്. 0.020 ആയിരുന്നു ഇവിടെ വേണ്ടത്. അതാ ടീച്ചർ പറഞ്ഞു എന്ത് നമ്പർ കഴിഞ്ഞിട്ട് 0 ആണ് കിടക്കണത് എങ്കിൽ ആ 0 എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അതിന് വിലയില്ല. അത് കഴിഞ്ഞിട്ട് ഒരു വാല്യൂബിൾ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ ആ 0ക്ക് വിലയുണ്ട്. കാരണം ഈ 0ക്ക് വിലയുണ്ട്. 0.02 എന്നുള്ള ആ 0ക്ക് അതിൻ്റെതായ സ്ഥാനവിലയുണ്ട്. പക്ഷേ നമ്പർ വാല്യൂബിൾ നമ്പർ കഴിഞ്ഞിട്ട് 0കൾ മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു സംഖ്യ ഇല്ല, വേറെ വാല്യൂബിൾ ആയിട്ടുള്ള സംഖ്യ ഇല്ല എങ്കിൽ ആ 0 എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതേ രീതിയിൽ തന്നിരുന്നെങ്കിൽ നിങ്ങൾ ഈസി ആയിട്ട് 20/1000 എന്ന് കൃത്യമായിട്ട് എഴുതിയാലേ ഇല്ലേ? അപ്പൊ ഇതാണ് ഞാൻ ചെയ്യേണ്ടത്. നിങ്ങൾ ഇത് തെറ്റിയിട്ട് എഴുതാൻ പാടില്ല. ആക്ച്വലി ഇത് എന്ന് മീൻ ചെയ്യണത് 0.020 ലിറ്റർ ആണ്. അതനുസരിച്ച് നമ്മൾ എഴുതുകയാണെങ്കിൽ 0.20/1000 എന്ന് എഴുതാം. അപ്പൊ ഇടത് ഭാഗത്തുള്ള 0ത്തിന് വിലയില്ലാത്തോണ്ട് 20/1000 ലിറ്റർ എന്ന് എഴുതിയാൽ മതി. അതിന് 20 മില്ലി ലിറ്റർ എന്നുള്ള രീതിയിൽ എഴുതണം. ഈ രീതിയിലൊക്കെ എഴുതി വന്ന 2 മില്ലി ലിറ്റർ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. ആ 2 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 2/1000 0.002 എന്നാണ് ഡെസിമൽ ഫോം വരിക. അപ്പൊ തെറ്റില്ലേ? അത് നന്നായിട്ട് ആലോചിച്ച് നോക്കിക്കോളൂട്ടാ ചെയ്യുമ്പോ. പിന്നത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 200/1000 ലിറ്റർ ആണ്. അതിന് 0.200 ലിറ്റർ എന്ന് എഴുതി. അപ്പൊ ഈ 0കൾ ഇല്ലാണ്ട് 0.2 ലിറ്റർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. 200 മില്ലി ലിറ്റർ. ഓക്കെ, അതായത് ഈ 200/1000 എന്ന് എഴുതുന്നതും 2/10 എന്ന് എഴുതുന്നതും വ്യത്യാസമില്ല, ശരിയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ടേബിള് നമ്മളുടെ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് കമ്പാരിസൺ കുറച്ച് ചെയ്യാനുണ്ട് അല്ലേ? അതായത് കൂടുതലും കുറവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. കൂടുതലും കുറവും, അതായത് കമ്പയർ ചെയ്യുക, ഏത് ഡെസിമലാണ് വലുത് ഏത് ഡെസിമലാണ് ചെറുത് എന്നുള്ളതാണ്. കൂടുതലും കുറവും എന്നുള്ളതില് മോർ ആൻഡ് ലെസ് എന്നുള്ള ടോപ്പിക്കാണ് എടുക്കുന്നത്. മോർ ആൻഡ് ലെസ്, കൂടുതലും കുറവും എന്നാണ് മലയാളം രീതിയിൽ. അതില് നമുക്ക് ഏത് സംഖ്യകൾ, നമുക്ക് സാധാരണ സംഖ്യകൾ കമ്പയർ ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും. 2 ആണോ 10 ആണോ വലുത്, അപ്പോ 10 ഗ്രേറ്റർ ദാൻ 2 എന്നോ അങ്ങനെ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ ഒക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് നോക്കൂ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സസൈസിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മള് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദി പേജ് നമ്പർ 84ലാണ്. ഫൈൻഡ് ദി ലാർജർ ഇൻ ഈച്ച് ഓഫ് ദ പെയേഴ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഓരോ ജോഡിയിലെയും വലുതേത് ചെറുതേത് എന്ന് കണ്ടെത്തുക. ഒന്നാമത്തേല് എ ക്വസ്റ്റ്യൻ എന്താണ്? 1.7 സെന്റിമീറ്റർ ഉണ്ട്, 0.8 സെന്റിമീറ്റർ ഉണ്ട് അല്ലെ? അപ്പോ നമുക്ക് പ്രധാനമായിട്ടും കമ്പയർ ചെയ്യാണ് ഡെസിമൽ നമ്പേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയോ? തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ ലൈക്ക് ഡെസിമൽ ആക്കി മാറ്റുക. ലൈക്ക് ഫ്രാക്ഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? എങ്ങനെയാ ലൈക്ക് ഡെസിമൽ എന്നൊക്കെ പറഞ്ഞാൽ ചെയ്യുക? അതായത് ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള സംഖ്യകളുടെ അക്കങ്ങളുടെ എണ്ണം അങ്ങോട്ട് തുല്യമാക്കുക. അതായത് ആദ്യത്തേല് ഡെസിമൽ കഴിഞ്ഞിട്ട് 2 സ്ഥാനമുണ്ട്, രണ്ടാമത്തേല് ഡെസിമൽ കഴിഞ്ഞിട്ട് 1 സ്ഥാനം എഴുതിച്ചതേ നോക്കുക. 1.72, ഇവിടെ 0.1 എഴുതുന്നുണ്ട്. ഇത് ലൈക്ക് ഡെസിമൽ പോയിന്റിന് മുമ്പുള്ളത് നോക്കുക വേണ്ട കേട്ടോ. ലൈക്ക് ഡെസിമൽ ആക്കാൻ എന്താ വേണ്ടത്? ഡെസിമൽ പോയിന്റിന് ശേഷമുള്ളത് ഒരേ എണ്ണമാക്കി മാറ്റുക. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ലൈക്ക് ഡെസിമൽ എന്ന് പറയാം. കുറെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലൈക്ക് ഡെസിമൽ ആക്കാണ്ടേ തന്നെ ഏതാ വലുത് ഏതാ ചെറുത് എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും. അപ്പൊ ലൈക്ക് ഡെസിമൽ ആക്കാനായിട്ട് എന്താ ചെയ്യുക? ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള സംഖ്യകളുടെ എണ്ണം തുല്യമാക്കാം. അപ്പൊ അതേ നോക്കൂ, ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 2 സ്ഥാനമുണ്ട്, പക്ഷെ ഇവിടെ 1 ഉള്ളൂ. 2 ആക്കാൻ എന്താ ചെയ്യണ്ടേ? ഒരു 0 അങ്ങോട്ട് വലതുവശത്തോട്ട് കൊടുക്കുക. ടീച്ചർ മുമ്പ് പറഞ്ഞിട്ടായില്ലേ ഈ 0ത്തിന് ആക്ച്വലി വിലയില്ല. അപ്പൊ 0.1 എന്ന് എഴുതുന്നതും 0.10 എന്ന് എഴുതുന്നതും സെയിം വാല്യൂ ആണുള്ളത്. ഓക്കെ, അപ്പൊ ലൈക്ക് ഡെസിമൽ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഡിജിറ്റുകൾ ഇടത് ഭാഗത്ത് നിന്ന് ഓരോ ഡിജിറ്റുകൾ കമ്പയർ ചെയ്ത് പോവാം, താരതമ്യം ചെയ്തിട്ട് പോവാം. അതായത്
ആദ്യത്തെ ഡിജിറ്റ് ഇവിടെ 1 ആണ്, ഇവിടെ 0 ആണ്. അപ്പൊ ഏതാ വലുത്? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇതാണ് വലുത് എന്ന് നമുക്ക് മനസ്സിലായി. അല്ല ചിലപ്പോ ഒരേപോലെ ഇങ്ങനെ തരും 7 2 3 4 അടുത്തതില് 1.7230 ഇങ്ങനെ തന്നു വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്താ ആദ്യം തന്നെ നോക്കേണ്ടത്? ഇത് ലൈക്ക് ഡെസിമൽ ആണോ? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനമുണ്ട്, ഇവിടെയും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനമുണ്ട്. അപ്പൊ ലൈക്ക് ഡെസിമൽ ആണ്, സമ്മതിച്ചു. ഇനി എന്താ വേണ്ടേ? ഓരോ ഡിജിറ്റുകൾ കമ്പയർ ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ ഡിജിറ്റ് ഇവിടെയും കമ്പയർ ചെയ്തു, സെയിം ആണ്. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടില്ല പിന്നത്തെ ഡിജിറ്റ് കമ്പയർ ചെയ്തു, അതും സെയിം ആണ്. അടുത്ത നെക്സ്റ്റ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടില്ല പിന്നത്തെ ഡിജിറ്റ് കമ്പയർ ചെയ്തു, സെയിം ആണ്. പിന്നത്തെ ഡിജിറ്റ് കമ്പയർ ചെയ്തു, ഒരു രക്ഷയില്ല, സെയിം ആണ്. ലാസ്റ്റ് ഡിജിറ്റ് കമ്പയർ ചെയ്തപ്പോ ഇപ്പുറത്ത് 4 ആണ്, ഇപ്പുറത്ത് 0 ആണ്. അപ്പൊ ഏതാ വലുത്? 4 ആണ് എനിക്ക് വലുത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഏതാ വലുത്? 1.7234 ആണ് വലുത് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അതേപോലെ ഇവിടെ നമ്മൾ നോക്കുകയാണ് ഇതിൽ ഏതാണ് വലുത് എന്നുള്ളത് നോക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ലാർജർ അല്ലെങ്കിൽ ബിഗർ വലുത് ഏതാണ് എന്നുള്ളത് നോക്കാനായിട്ട് നമ്മൾ ഏതാ ആദ്യത്തെ രണ്ടും ലൈക്ക് ഡെസിമൽ ആണ്. ആദ്യത്തെ ഡിജിറ്റ് തന്നെ കമ്പയർ ചെയ്തപ്പോ തന്നെ നമുക്ക് പിടികിട്ടി എന്താണ്? 1 ആണ്, അവിടെ 0 ആണ്. അപ്പൊ ഏതാ വലുത്? 1.7 സെന്റിമീറ്റർ ആണ് വലുത്. വളരെ ഈസിയാണ്. അടുത്തല്ലോ 2.35 kg, പിന്നെയോ 2.47 kg. ഇതിലേതാ വലുത് നോക്കുകയാണ്. അപ്പൊ ലൈക്ക് ഡെസിമൽ ആണോ നോക്കി. അതായത് ലൈക്ക് ഡെസിമൽ ആക്കാന്ന് വെച്ചാൽ എന്താ? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സംഖ്യകളുടെ എണ്ണം തുല്യമാണോ? ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമാണ്, ഇവിടെയും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമാണ്, ലൈക്ക് ഡെസിമൽ ആണ്. ഇനി ഏതാ വലുത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യത്തെ ഡിജിറ്റ് രണ്ടിലും 2 ആണ്. അപ്പൊ നമുക്ക് ഏതാ വലുത് ചെറുത് മനസ്സിലാക്കാൻ പറ്റണില്ല. അടുത്ത ഡിജിറ്റ് ഇവിടെ 3 ആണ്, ഇവിടെ 4 ആണ്. അപ്പൊ ഏതാ വലുത്? 4 അല്ലേ വലുത്. ഉടനടി എഴുതി വെച്ചു 2.47 kg ആണ് വലുത്. മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിലെ അടുത്ത 2 കണക്കുകൾ നിങ്ങൾ ഹോംവർക്ക് ചെയ്യേണ്ടതാണ്. അതായത് 8.050 ലിറ്റർ, 8.500 ലിറ്റർ. അതുപോലെ ഒരെണ്ണം കൂടിയുണ്ട്. ആ 2 കണക്കുകളിലും വലുത് ഏതാണ് എന്നുള്ളത് എടുത്ത് എഴുതാൻ വേണ്ടു. 2 അല്ല അല്ലേ, അപ്പുറത്തും ഉണ്ട് അല്ലേ പേജ്. ആയിക്കോട്ടെ. അപ്പൊ ടീച്ചർ ഒരു കാര്യം ചെയ്യാം, ഒരു 2 കൂടി ചെയ്യാം അല്ലെ. അപ്പൊ 4 അല്ലേ ഹോംവർക്ക് തരേണ്ടത്. 8.050 ലിറ്ററും 8.500 ലിറ്ററും. ഇതിലേതാ? 8 രണ്ടിലും തുല്യമാണ്. 0 ആണ്, ഇവിടെ 5 ആണ്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്ത്? 8.500 ലിറ്റർ ആണ് വലുത്. ബി ക്വസ്റ്റ്യൻ 1.005 kg, 1.050 kg. ഇതിലേതാ വലുത് ചെറുത്? വളരെ ഈസി ആയിട്ട് വേഗം പറയാൻ പറ്റൂട്ടാ. നോക്കൂ, ലൈക്ക് ഡെസിമൽ ആണ്. ഡെസിമൽ കഴിഞ്ഞിട്ട് 2ലും 3 സ്ഥാനമുണ്ട്. ആദ്യത്തെ സംഖ്യ 1, 2ലും 1 തന്നെയാണ്. പിന്നത്തെ സംഖ്യ 0, ഇവിടെയും 0, നോ രക്ഷ അല്ലേ, അതും സെയിം ആണ് അല്ലേ. പിന്നത്തെ 0 ആണ്, പക്ഷെ ഇവിടെ 5 ആണ്. അപ്പൊ 5 അല്ലേ വലുത്. അപ്പൊ രണ്ടാമത്തെ ഡെസിമലായ 050 kg ആണ് വലുത്. അടുത്തതോ 2.043. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റണതാണ് കേട്ടാ. പിന്നത്തെ ഏതാ? 2.430. ഇതിലേതാ വലുത് ചെറുത് എന്നുള്ളതാണ് നോക്കേണ്ടത്. വലുത് എടുത്ത് എഴുതാനാ പറഞ്ഞേക്കണേ കേട്ടാ. രണ്ടും ലൈക്ക് ഡെസിമൽ ആണ്. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 3 സ്ഥാനം, ഇവിടെയും 3 സ്ഥാനമാണ്. അപ്പൊ ലൈക്ക് ഡെസിമൽ ആണ്, നമുക്ക് ആക്കേണ്ട കാര്യമില്ല. ആക്കുകയാണെങ്കിൽ തന്നെ ഏതാ കുറവ് അവിടെ ഒരു 0 ഇടേണ്ട കാര്യമില്ല കേട്ടോ. 2 ആണ് ആദ്യത്തെ സംഖ്യ. ശരി, രണ്ടിലും 2 ആണ്. ഇനി ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സംഖ്യയാണ്. ഇവിടെ 0, ഇവിടെ 4. 0 ആണോ 4 ആണോ വലുത്? 4 തന്നെ, നോ ഡൗട്ട്. 430 km. മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഇനി ഒരു 3 കണക്കും കൂടി ഉണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് ചെയ്തിട്ട് വരണം കേട്ടോ ഹോംവർക്ക് ആയിട്ട്. ആ 3 കണക്ക് ഏതാ വലുത് ഏതാ ചെറുതെന്ന് കാണല്ലേ വേണ്ടു. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? അറേഞ്ച് ഈച്ച് സെറ്റ് ഓഫ് നമ്പേഴ്സ് ബിലോ ഫ്രം ദി സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. എന്താ? ചുവടെയുള്ള ഓരോ കൂട്ടം സംഖ്യകളെയും വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? അസെൻഡിങ് ഓർഡർ അല്ലേ? എന്താണ്? ആരോഹണ ക്രമത്തിൽ എഴുതുക. അപ്പൊ ആദ്യത്തെ 11.4, 11.45, 11.04, 11.48, 11.048 എഴുതിയപ്പോ തന്നെ ചതി മനസ്സിലായി നമുക്ക്. എന്ത്? ലൈക്ക് ഡെസിമൽ അല്ല എന്നുള്ളത് മനസ്സിലായി. അത് ആദ്യം നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതണമെങ്കിൽ ലൈക്ക് ഡെസിമൽ ആക്കിയാലാണ് എളുപ്പം, അല്ലാതെയും നമുക്ക് ചെയ്യാൻ പറ്റൂട്ടാ. നമ്മൾ ലൈക്ക് ഡെസിമൽ ആക്കാനായിട്ട് എന്ത് ചെയ്തു? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനങ്ങൾ ഉണ്ട് നോക്കി. ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, പക്ഷെ ഇവിടെ 3 ഉണ്ട്. അപ്പൊ എല്ലാത്തിനും എന്ത് വേണം? ഡെസിമൽ കഴിഞ്ഞിട്ട് 3 സ്ഥാനാക്കി മാറ്റണം. നമുക്ക് പണിയൊന്നുമില്ല. എന്താ? ഈ ആദ്യത്തേല് 2 0 എഴുതി, പിന്നത്തേലും ഒരു 0 ആഡ് ചെയ്തു, പിന്നത്തേലും ഒരു 0 ആഡ് ചെയ്തു. നമ്മൾ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നത് മാത്രം. 480, 11.048. ഇപ്പൊ എന്തായി? അസെൻഡിങ് ഓർഡർ നമ്മുടെ എഴുതാം നമുക്ക്. അസെൻഡിങ് ഓർഡർ അഥവാ ആരോഹണ ക്രമം. ആരോഹണം അവരോഹണം എന്നൊക്കെയാണ് മലയാളത്തിൽ പറയാ. ചെറുതിൽ നിന്ന് വലുതിൽ എഴുതണേന് ആരോഹണം, വലുതിൽ നിന്ന് ചെറുതിലേക്ക് ഡിസെൻഡിങ് അഥവാ അവരോഹണം എന്ന് പറയാം. അപ്പൊ ഏറ്റവും ചെറുതാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. എല്ലാത്തേലും 11 തന്നെയാണ് സ്റ്റാർട്ടിംഗ് നമ്പർ. അപ്പൊ അത് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് ഡെസിമൽ കഴിഞ്ഞിട്ട് ഇവിടെ 4 ആണ്, ഇവിടെയും 4 ആണ്, ഇവിടെയും 4 ആണ്. ഈ 3 സംഖ്യകളാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയിലേക്ക് 0 ആണ് കിടക്കുന്നത് അല്ലെ? അപ്പൊ എന്താ വെച്ചാല് നമുക്ക് വലുത് ഏറ്റവും ചെറുത് ഏതാന്ന് അറിയണ്ട. അപ്പൊ 0 ഉള്ളതാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കി 3നും 4 ആണ്. അത് വലുതിലേക്ക് നിൽക്കില്ലേ? അപ്പൊ ഈ 2 നമുക്ക് ശരിക്കും കമ്പയർ ചെയ്യുന്നു. 11.0 ആണ്, ഇവിടെയും 11.0 ആണ്. പിന്നത്തെ സംഖ്യ ഇവിടെ 4 ആണ്, ഇവിടെയും 4 ആണ്. മൂന്നാമത്തെ സംഖ്യ ഇവിടെ 0 ആണ്, ഇവിടെ 8 ആണ്. അപ്പൊ ഏതാ വരിക? 0 ഉള്ളതല്ലേ വരിക. 11.040. പിന്നത്തെ സംഖ്യ എന്തായാലും അത് തന്നെയാവുമല്ലോ, 11.048. അപ്പൊ 2 എഴുതി കഴിഞ്ഞ് 3 കൂടി എഴുതാണ്ട് കേട്ടാ. ഇനി ഈ 3 ഏതാണ് ചെറുത് നോക്കണം. 11.4, ഇവിടെയും ഒക്കെ 11.4 തന്നെയാണ്. ഇനി അടുത്ത സംഖ്യ ഏതാ നോക്കേണ്ടത് നമുക്ക്? 11.4 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ ഏതാ നോക്കുക? 0 ആണ് ഇവിടുത്തെ സെക്കൻഡ് ഡിജിറ്റ്, ഇവിടെ 5 ആണ് സെക്കൻഡ് ഡിജിറ്റ്, ഇവിടെ 8 ആണ് സെക്കൻഡ് ഡിജിറ്റ്. അപ്പൊ ഏറ്റവും ചെറുത് ഏതാ? 0 അല്ലേ? 11.400. ഇനിയോ 5 ആണോ 8 ആണോ വലുത്? അല്ല, ചെറുത് 5 ആണ്. അപ്പൊ അടുത്തത് ഏതാ വരിക? 11.450. ലാസ്റ്റത്തെ 11.480. ഇത് തന്നെ നമ്മൾ എക്സ്ട്രാ സീറോസ് ആഡ് ചെയ്തിട്ടാണ് എഴുതിയേക്കുന്നത്. അല്ലാണ്ട് ചോദ്യത്തിൽ തന്ന പോലെ നമുക്ക് എഴുതണമെങ്കിൽ 11.04, പിന്നെയോ 11.048, 11.4 അല്ലെ? അതെ, 11.45. ചോദ്യത്തിൽ തന്നെ അതേപോലെ നമുക്ക് എഴുതണല്ലോ, 11.48. നമ്മളാണ് ഇത് ലൈക്ക് ഡെസിമൽ ആക്കാൻ വേണ്ടി എക്സ്ട്രാ 0 ആഡ് ചെയ്യലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻസർ എഴുതരുത്. അത് നമ്മുടെ സൗകര്യത്തിനാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ചോദ്യത്തിൽ തന്ന പോലെ തന്നെ ആൻസർ ചെയ്ത് കൊടുക്കണം അസെൻഡിങ് മോഡൽ. അപ്പൊ ഇതേ രീതിയിലാണ് നമുക്ക് ചെയ്യുക. വളരെ എളുപ്പമാണ് കേട്ടോ അത്. കാരണം തന്നിരിക്കുന്ന സംഖ്യകൾ ആദ്യം ലൈക്ക് ഡെസിമൽ ആക്കിയതിന് ശേഷം ഓരോ ഡിജിറ്റുകൾ കമ്പയർ ചെയ്ത് ഏറ്റവും ചെറുത് എഴുതി പിന്നത്തെ എന്താണ് എന്നുള്ളത് കമ്പയർ ചെയ്ത് എഴുതേണ്ട കാര്യമുള്ളൂ. വളരെ എളുപ്പത്തിലാണ് അസെൻഡിങ് ഓർഡർ എഴുതാനായിട്ട് സാധിക്കുക കേട്ടോ. ഇനി 2 കണക്കും കൂടി അതിലുണ്ട്. അതും നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ട് വരണം. അപ്പൊ മൊത്തം 5 കണക്കാണ് ഇന്നത്തേക്ക് ഹോംവർക്ക് തന്നേക്കണം കേട്ടാ. മുകളിലത്തെ ഒരു 3 കണക്കുണ്ട്, പിന്നത്തെ 2 കണക്ക്. അസെൻഡിങ് ഓർഡർ ആണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ടീച്ചർ ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ, ബാക്കി 2 ഹോംവർക്ക് ആയിട്ട് തരണം കേട്ടോ. ഇനി എന്താണ് നെക്സ്റ്റ് ഹെഡിങ് വരുന്നത്? കൂട്ടലും കുറയ്ക്കലും. കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യലാണ്. സമ്മ്
അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എന്നാണ് വരുന്നത് കേട്ടോ. അടുത്തത് നമ്മുടെ ഡെസിമൽ നമ്പേഴ്സിന്റെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. എങ്ങനെയാണ് അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. കൂട്ടലും കുറയ്ക്കലും എങ്ങനെ ചെയ്യാം. അതായത് നമ്മൾ സാധാരണ നമ്പറുകൾ ആഡ് ചെയ്യണ പോലെ തന്നെയാണ്, വലിയ വിശേഷമൊന്നുമില്ല. അതായത് ബുദ്ധിമുട്ടില്ല എന്നാട്ടോ ഉദ്ദേശിക്കണേ. വിശേഷം ഇല്ല പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ല എന്നാ പറയണേ. എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് ടീച്ചർ പറയാൻ പോകുന്നത് കേട്ടോ. നോക്കുക. 4.389 പ്ലസ് 9.64 എന്നാണ് വിചാരിക്കുന്നത്. ഇത് രണ്ടും ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സാധാരണ ചെയ്യണ പോലെ തന്നെ 4.389 പ്ലസ് അടുത്ത സംഖ്യ എഴുതുമ്പോ അതാത് സ്ഥാനത്ത് തന്നെ എഴുതണം. അത് സാധാരണ നമ്മൾ ചെയ്യണ പോലെ തന്നെയാണ്. അതായത് വൺസ് പ്ലേസിന്റെ അടിയിൽ തന്നെ വൺസ് പ്ലേസ് എഴുതണം, ടെൻസിന്റെ അടിയിൽ ടെൻസ്, അതുപോലെ ഡെസിമൽ പോയിന്റിന് ശേഷമാണെങ്കിൽ അത് ഡെസിമൽ പോയിന്റിന് ശേഷം 10th പ്ലേസിലുള്ള അതേ അക്കം തന്നെ 10th പ്ലേസിന്റെ അടിയില്, പിന്നെ 100th പ്ലേസിന്റെ അടിയിൽ അതേപോലെ തന്നെ എഴുതി ആഡ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ എങ്ങനെയാണ്? 9ന്റെ പ്ലേസ് എത്രയാ? വൺസ് അല്ലേ. അപ്പൊ ആദ്യത്തെ സംഖ്യ എഴുതിയ വൺസിന്റെ അടിയിൽ തന്നെ 9 എഴുതുക. പോയിന്റ് ഒരേ സ്ഥാനത്ത് തന്നെയാണ്. മുകളിൽ എവിടെയാ പോയിന്റ് ഇട്ട് അതിന്റെ അതേ അടിയിൽ തന്നെയാണ് താഴത്തെ പോയിന്റ് എഴുതുക. പിന്നെ 6 എന്ന് പറയുന്നതിന്റെ സ്ഥാനവില എത്രയാ? 1/10 അല്ലേ. അപ്പൊ ആ 1/10 മുകളിൽ എഴുതിയ സംഖ്യയുടെ 1/10 സ്ഥാനവില ഏതാ? ഇടത്തുനിന്ന് വലത്തോട്ടല്ലേ നമ്മൾ പറയാ. അപ്പൊ ഇതല്ലേ 1/10. അതിന്റെ അടിയിൽ 6 എഴുതി. അതുപോലെ 8 എന്ന് പറയുന്നത് 1/100 ആണ്. ആ 1/100 ഇതിൽ ഏതാ വരിക? 4. അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. നമുക്ക് സബ്ട്രാക്ഷൻ ഒക്കെ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലൈക്ക് ഡെസിമൽ ആക്കി ഇവിടെ 0 വേണമെങ്കിൽ ഇടാം. 0 ഇട്ടാലും ഇട്ടില്ലെങ്കിലും വിലയ്ക്കൊന്നും വ്യത്യാസം വരുന്നില്ല. അപ്പൊ എന്താ? 9. 8 + 4 12. 1 ബാലൻസ്. 6 + 3 9. 9 + 1 10. പോയിന്റ് ഇട്ടു. ഇവിടെ ഇപ്പുറത്തേക്ക് 1 ബാലൻസ് കൊടുത്തു. പോയിന്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബാലൻസ് സാധാരണ ചെയ്യണ പോലെ തൊട്ട് മുമ്പുള്ള ഡിജിറ്റിന്റെ മുകളിൽ തന്നെയാണ് ബാലൻസ് വരുന്നത് കേട്ടോ. ഡെസിമൽ ആയതുകൊണ്ട് ഒരു വ്യത്യാസവും വരുന്നില്ല. 9 + 4 13. 13 + 1 14. ഇത്രയേ ഉള്ളൂ. സാധാരണ ആഡ് ചെയ്യണ പോലെ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുക. അതിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ സ്ഥാനവിലക്കനുസരിച്ച് തന്നെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പൊ നേരിട്ട് പ്രോബ്ലത്തിലേക്ക് കിടക്കാലോ. നമുക്ക് വേർഡ് പ്രോബ്ലംസ് ആണ് വരുന്നത് കേട്ടോ. അതിൽ ആദ്യത്തെ വേർഡ് പ്രോബ്ലം നോക്കാം. എന്താണ് ചോദ്യം വരുന്നത്? സുനിത ആൻഡ് സുനീറ ഡിവൈഡഡ് എ റിബൺ ബിറ്റ്വീൻ ദം. സുനിതയും സുനീറയും കൂടി അവർക്ക് കിട്ടിയ ഒരു റിബൺ അവര് മുറിച്ച് രണ്ടാക്കി അവര് പങ്കിട്ടെടുത്തു. തുല്യമായിട്ടൊന്നുമല്ല കേട്ടോ. Sunita got 4.85 meter and Sunira got 3.75 meter. സുനിതയ്ക്ക് ആ മുറിച്ചയില് കിട്ടിയ റിബന്റെ നീളം 4.85 ആണ്. സുനീറയ്ക്ക് കിട്ടിയത് 3.75 മീറ്റർ ആണ്. What was the length of the original ribbon? എങ്കിൽ ആ മുറിക്കുന്നതിന് മുമ്പുള്ള റിബന്റെ ആകെ നീളം എത്രയായിരിക്കും? എങ്ങനെയാ കാണുക? നമ്മൾ സ്റ്റെപ്പ് എഴുതണം. എന്താണ്? the length of ribbon Sunita got, length of ribbon Sunira got, total length of the ribbon. നമ്മളിപ്പോ ഡയറക്റ്റ് ആയിട്ട് ടോട്ടൽ ലെങ്ത് നമ്മുടെ എഴുതാൻ പോവാട്ടാ. നോട്ട് തരുമ്പോ നമ്മൾ അതൊക്കെ എഴുതുകയും ചെയ്യും. ഇതിപ്പോ ടോട്ടൽ ലെങ്ത് കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്? സുനിതയ്ക്ക് കിട്ടിയത് എത്രയാണോ അതിന്റെ ലെങ്ത് പ്ലസ് സുനീറയ്ക്ക് കിട്ടിയതിന്റെ ലെങ്ത്. എത്രയൊക്കെയാണ് സുനിതയ്ക്കും സുനീറയ്ക്കും കിട്ടിയത്? 4.85. അതിന്റെ കൂടെ സുനീറയ്ക്ക് കിട്ടിയത് എത്രയാ? 3.75. സ്ഥാനവില അനുസരിച്ചിട്ട് തന്നെ കൂട്ടാടണം കേട്ടോ. അങ്ങനെ കൂട്ടാനിടുമ്പോ എന്താ വരിക? 5 + 5 10. 1 ബാലൻസ്. 7 + 8 15 + 1 16. പോയിന്റ് ഇടാൻ മറക്കരുത്. 1 ബാലൻസ്. 3 + 4 7. 7 + 1 8. ഇതാണ് മീറ്ററോ സെന്റിമീറ്ററോ ചോദ്യത്തില്? മീറ്റർ. അപ്പൊ 8.60 മീറ്റർ എന്ന് പറയാം. അല്ലെങ്കിലോ 8.6 മീറ്റർ എന്ന് പറഞ്ഞാലും ഈ സീറോക്ക് വില ഇല്ലാത്തോണ്ട് എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ. അതാണ് ഒന്നാമത്തെ ചോദ്യം. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ?
The sides of a triangle are of length 12.4, 16.8, 13.7. What is the perimeter of the triangle? ഏതൊരു ഷേപ്പിന്റെയും പെരിമീറ്റർ അഥവാ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ചുറ്റളവ് എന്നാണ് ചോദിച്ചിരിക്കണല്ലോ. അപ്പൊ ഏതൊരു ഷേപ്പിന്റെയും പെരിമീറ്റർ എങ്ങനെയാണ് കാണുക? ആ സൈഡ് ലെങ്ത് എല്ലാം കൂടി ആഡ് ചെയ്യല്ലേ ചെയ്യുക. ഇവിടെ ഇപ്പൊ ട്രയാങ്കിള് 3 വശത്തിന്റെയും നീളം തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 വശമുള്ള ഒരു അടഞ്ഞ രൂപമാണ് അല്ലേ ട്രയാങ്കിള്. അതിന്റെ 3 വശത്തിന്റെയും നീളങ്ങൾ തന്നാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താനായിട്ട് സാധിക്കും? ഒരു വശത്തിന്റെ നീളം പെരിമീറ്റർ എത്രയാണെന്നുള്ളത് കാണാനായിട്ട് സാധിക്കും ഇല്ലേ. അപ്പൊ അതെങ്ങനെയാ കാണുക? അത് ആ 3 വശങ്ങളുടെയും നീളങ്ങള് കൂട്ടുകയാണ് വേണ്ടത് അല്ലേ. അത് ഏതൊക്കെയാണ് അപ്പൊ വരുന്നത്? 16.8 പ്ലസ് 12.4 അതിന്റെ മുകളിലുണ്ട് അല്ലെ. 12.4 പിന്നെ 13.7. സംഖ്യകളെ 3 എണ്ണം കൂട്ട് കുറയ്ക്ക് എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ. സ്ഥാനവിലകള് അതിനനുസരിച്ച് അടിയിലേക്ക് എഴുതിയിട്ട് ചെയ്യാൻ പാടുന്നത് മാത്രമേ കണ്ടീഷൻ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്താണ് 7 + 8 15, 15 + 4 19, 0.2 1 balance, 6 + 3 9, 9 + 2 11, 11 + 1 12 1 balance, 1 + 1 2, 2 + 1 3, 3 + balance 1 4. അപ്പൊ എത്ര കിട്ടി എനിക്ക് ആൻസർ? 42.9 സെന്റിമീറ്റർ എന്നുള്ളതാണ് നമുക്ക് എന്ത് കിട്ടിയത്? ആൻസർ കിട്ടിയത് അല്ലെ. അപ്പോ നമുക്ക് വേർഡ് പ്രോബ്ലം 2 എണ്ണം ചെയ്തു. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ മുഴുവൻ ചെയ്യാൻ പറ്റില്ല, 10 എണ്ണം ഒക്കെ ഇല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇന്ന് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ഒരു 5 കണക്ക് ഹോംവർക്ക് തന്നിട്ടുണ്ട്, അത് കൃത്യമായിട്ട് ചെയ്യണം. എടുത്ത കണക്കുകളെല്ലാം നന്നായിട്ട് എഴുതി പഠിക്കണം. റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാവുന്നില്ല ക്ലാസ് കാണണം. ഓക്കെ, താങ്ക് യു.